താനെപ്പോ വന്നു? കുറച്ചു നേരമായി. പിന്നെന്താ വിളിക്കായിരുന്നേ? അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ സച്ചിന്റെ ഈ ഭാവമാറ്റമൊന്നും കാണാൻ പറ്റില്ലായിരുന്നല്ലോ. രാവിലെ എന്റെ വീട്ടിൽ കയറി വന്നതും എന്നോട് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പകരം വീട്ടിയതാന്ന് കരുതിയാൽ മതി. സച്ചിൻ എന്താ എന്നെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇന്നലെ അവിടെ നിന്നപ്പോ മുതല് ഇതുവരെ തോന്നാത്തൊരു വീർപ്പുമുട്ടല്. എന്റെ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തെയും അനിയത്തിയും ആവണിമോളും എല്ലാവരും ഉണ്ടായിട്ടും ആ വീർപ്പുമുട്ടലങ്ങ് മാറുന്നില്ല. അവിടെ എനിക്കെന്തോ ഒരു കുറവുള്ളതുപോലെ. കുറെ ആലോചിച്ചു നികത്താനാവാത്ത ആ കുറവെന്താന്ന്. അവസാനം എനിക്ക് മനസ്സിലായപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. ഞാൻ ഇത്രയ്ക്ക് പറഞ്ഞിട്ടും സച്ചേട്ടന് മനസ്സിലായില്ല അല്ലേ? ഞാൻ പറഞ്ഞതിനേക്ക് സച്ചേട്ടന് മനസ്സിലാവാൻ ഒരൊറ്റ ഇംഗ്ലീഷ് വരികയേ ഉള്ളൂ. ഐ മിസ്ഡ് യു. Missed you a lot. സച്ചേട്ടനെ, നമ്മുടെ ഈ മുറിയെ, ഇവിടുത്തെ ആളുകളെ എല്ലാം മിസ് ചെയ്ത പോലെ. വെളുപ്പങ്കാലത്ത് എൻ്റെ വീട്ടിൽ സച്ചേട്ടൻ കയറി വന്നതും ഇതേ ഫീല് സച്ചേട്ടനും തോന്നിയതുകൊണ്ടാവാം. ഒരു രാത്രി, ഒരേ ഒരു രാത്രി പോലും പിരിയാൻ പറ്റാത്ത വിധം നമ്മൾ അടുത്തു കഴിഞ്ഞ സച്ചേട്ട. ഇത്രയും സ്നേഹിക്കാനാണ് ഈശ്വരൻ നമ്മളെ കുറച്ചുനാൾ അകറ്റി നിർത്തിയതെന്ന് ഓർക്കുമ്പോൾ ശാപം നിറഞ്ഞ ജന്മമാണെന്ന് സ്വയം പലപ്പോഴും മനസ്സിലാക്കിയിട്ടും ആത്മഹത്യ ചെയ്യാതിരുന്നപ്പോ കരച്ചിലിന് മീതെ ഇങ്ങനൊരു അനുഗ്രഹം ഉണ്ടാവുന്ന ഒരിക്കലും ഞാൻ കരുതിയതല്ല. എൻ്റെ ഏറ്റവും നല്ല ദിവസം, എൻ്റെ ഏറ്റവും നല്ല ചിരി, എൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ, ഇതെല്ലാം എനിക്കുണ്ടാവുന്നത് സച്ചേട്ടനോടൊപ്പം ഉള്ളപ്പോഴാ. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് സച്ചേട്ടന് അത്ഭുതമായല്ലേ? ഇത്രയും നാളും ഇതൊന്നും പറയാനും കേൾക്കാനും പറ്റാത്തതുകൊണ്ട് മനസ്സിലുള്ളതെല്ലാം ഓരോന്നായിട്ട് അങ്ങനെ പുറത്തേക്ക് വരിക. മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയണം. കേൾക്കാൻ ആളുള്ളപ്പോഴേ അതിന് വിലയുള്ളൂ. മനസ്സിൽ എത്ര ഇഷ്ടം ഒളിപ്പിച്ചു വച്ചു എന്നുള്ളതിൽ എന്ത് കാര്യം? എതിര് നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാവണ്ടേ? അത് പറഞ്ഞു തന്നെ അവരറിയിക്കണം. ശരിയാ, പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ താൻ പറഞ്ഞപ്പോ വല്ലാത്തൊരിഷ്ടം എനിക്ക് എന്നോട് തന്നെ തോന്നുന്നുണ്ട്. ഞാൻ കാരണം
തനിക്ക് കിട്ടിയ സന്തോഷങ്ങളും എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളും. ഇതിനപ്പുറം എന്തു വേണം സച്ചിദാനന്ദൻ എന്ന് എനിക്ക്? താൻ പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. 24 മണിക്കൂർ കൊണ്ട് ഞാൻ കൂടുതൽ മനസ്സിലാക്കി, അർച്ചനയില്ലാതെ സച്ചിദാനന്ദ ഇല്ലെന്ന്. എൻ്റെ ജീവിതവും മറ്റേതോ ദിശയിലായിരുന്നു. എൻ്റെ നിയന്ത്രണത്തിലല്ലാതെ കാറ്റിനനുസരിച്ചുള്ള യാത്രയിലായിരുന്നു. രക്ഷപ്പെട്ട് പോരാൻ പോലും പറ്റാതെ നടുകടലിലായിപ്പോയി ഞാൻ. എപ്പോഴെങ്കിലും ഒരു കൈ എൻ്റെ നേർക്ക് നീട്ടിത്തരുമെന്ന് ഞാൻ കരുതി. കാരണം ഞാൻ അത്രമേൽ അവളെ സ്നേഹിച്ചിരുന്നു. അവളാണ് സ്വർഗമെന്ന മൂഢസ്വർഗത്തിൽ പലരുടെയും നേരെ ഞാൻ മനഃപൂർവ്വം കണ്ണുകൾ അടച്ചു. അതിൽ ആദ്യത്തെ ആളാ അർച്ചന. പോയതിനേക്കാൾ സുന്ദരം വന്നതാണെന്ന് ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി ആത്മഹത്യക്കൊരുങ്ങിയ ഞാൻ എത്ര വിഡ്ഢിയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നുന്നു. ഒരാളെ എത്ര സ്നേഹിക്കണമെന്നും ഏത് രീതിയിൽ പരിഗണിക്കണമെന്നും അർച്ചന എനിക്ക് പഠിപ്പിച്ചു തന്നു. ഇനി ഒരു സാഹചര്യത്തിലും ഏതൊരവസ്ഥയിലും മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ ചിന്തിക്കില്ല. തനിക്കെന്നെ വിശ്വസിക്കാം. തന്നെ ഞാൻ ഒരുപാട് 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 സ്നേഹിക്കുന്നുണ്ട് അർച്ചന. കഴിഞ്ഞ കാലങ്ങളെ മനഃപൂർവ്വമായി മറന്ന് ഒരു മാപ്പ് പറച്ചിൽ തീരുന്നതാണ് എല്ലാമെങ്കിൽ ഞാൻ തന്നോട് എല്ലാത്തിനും മാപ്പ് ചോദിക്കുക. തനിക്കെന്നോട് ക്ഷമിച്ചൂടേടോ? സച്ചേട്ടാ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കോ? നമുക്കിടയിൽ ക്ഷമ പറച്ചിലും ദേഷ്യമൊന്നും വേണ്ട സച്ചേട്ട. സ്നേഹം മാത്രം മതി. അതിർവരമ്പുകളില്ലാത്ത സ്നേഹം മാത്രം. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? ചുമ്മാ ഒരു കറക്കം. എല്ലാ വിഷമങ്ങളും ഹൃദയഭാരവും ഇവിടെ കളഞ്ഞിട്ട് മനസ്സിനെ നമുക്കൊന്ന് കെട്ടഴിച്ചു വിടാം കുറച്ച് സമയത്തേക്ക്. താൻ എന്ത് പറയുന്നു? സച്ചിന്റെ ഇഷ്ടം പോലെ. അപ്പോ ഇത്രയും നാൾ ഇരുട്ടിലായിരുന്ന നമ്മുടെ ആ പഴയ ജീവിതം നമ്മളിതാ ഇവിടെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് വരാൻ പോകുന്ന വർണ്ണശബളമായ ജീവിതത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് നടക്കുന്നു. ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ.
എതനെ നീ എന്താ ഉറങ്ങിയില്ലേ? എന്റെ ഉറക്കമൊക്കെ പണ്ടേ പോയതാ. അതിന്റെ കാരണവും ചേച്ചിക്ക് അറിയാലോ. നിന്റെ വിഷമൊക്കെ എനിക്ക് മനസ്സിലാവും. പിന്നെ അത്രയ്ക്ക് വിഷമിക്കാൻ മാത്രം വേറൊന്നും സംഭവിച്ചില്ലല്ലോ. നിന്റെ ആഗ്രഹത്തിന് കുറച്ചുകൂടെ കാലതാമസം ഉണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. അല്ല, അത്രയല്ല ഉള്ളത്. ആ കാലതാമസത്തിന് സന്ദീപിനെ എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു അർത്ഥവും കൂടി ഉണ്ട്. എന്റെ സന്ദീപിന്റെ വിവാഹം നീളുന്നത് ആ ആതിരയ്ക്ക് സന്ദീപിനെ പ്രേമിക്കാനുള്ള ലൈസൻസ് കൂടിയാ. അവളുടെ പ്രേമം കൂടുതൽ ശക്തമാക്കാനുള്ളത് കൂടിയാ ചേച്ചി പറയുന്ന കാലയളവ്. അർച്ചന എല്ലാത്തിനും നടുഭാഗത്ത് കയറി നിന്ന് എതിര് പറയുന്നതുകൊണ്ടാ കാര്യങ്ങൾ ഇത്രയ്ക്കായത്. അപ്പൊ ഞാൻ ആലോചിച്ച ശരി തന്നെയാ. എന്റെ ചേച്ചിയെക്കാളും ബുദ്ധിയും ശക്തിയും ആതിരയുടെ ചേച്ചിക്ക് തന്നെയാ. അതായത് അവന്തികേക്കാൾ മുകളിലാണ് ഇപ്പൊ അർച്ചന എന്ന്. എന്റെ ചേച്ചി അവളെ നന്നായി പേടിച്ചു തുടങ്ങി എന്നൊരു മുന്നറിയിപ്പ് കൂടി ഉണ്ടതില്. സത്യം പറഞ്ഞാ അതെ. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാനൊരാളെ ഭയപ്പെട്ടു തുടങ്ങി. അതും അർച്ചന എന്നൊരു സാധാരണ പെണ്ണിനെ. നമുക്കെല്ലാം നിർത്തിയേക്കാൻ ചേച്ചി. എന്റെ ആഗ്രഹവും ചേച്ചിയുടെ പകപോക്കലും എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഒന്നുകിൽ ഇവിടെ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് മറ്റേതെങ്കിലും നാട്ടിലേക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. ഞാൻ ഭയപ്പെട്ടു തുടങ്ങിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ തോറ്റുപോയിന്നല്ല. അങ്ങനെ ഒരു ദിവസം കൊണ്ട് എല്ലാം മറക്കാനല്ല ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. സച്ചിയുമായുള്ള ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ ഉടനെ അർച്ചന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതുവരെ എടുത്ത് ചാടണ്ടെന്ന് കരുതി മാത്രം ഞാനിപ്പം മിണ്ടാതിരിക്കുന്നെ. ചേച്ചി ഇത് എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നേ? സച്ചിയേട്ടനും അർച്ചന ഇപ്പൊ ഈ വീട്ടിലില്ല. അവര് രണ്ടുപേരും കൂടി പുറത്തു പോയി. അവരുടെ പോക്ക് കണ്ടിട്ടും അവരൊരിക്കലും ഡിവോഴ്സ് ആവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അത് നോക്കി ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. മൂഷിക സ്ത്രീ എന്ന് പറയുന്ന പോലെ. എന്റെ പൊന്നു മോളെ, നീ കണ്ടതത്രയും നേർക്ക് നേരുള്ള പോരാട്ട യുദ്ധമാണെങ്കിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് ഒളിയുദ്ധ. ആയുധങ്ങൾ എന്റെ ആവനാഴിയില് ഇനിയും ബാക്കിയുണ്ട്. ഞാനൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുണ്ട്. മാർഗത്തിരി കടുത്തതാണെങ്കിലും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നതാണല്ലോ.
നീ ഇതെങ്ങോട്ട് എത്ര രാവിലെ? ഒന്ന് അമ്പലം വരെ പോവാന്ന് കരുതി. ഈ ഇടായിട്ട് നിനക്ക് ഭയങ്കര ഭക്തിയാണല്ലോ. ഈശ്വരനോട് കൂടുതൽ അടുക്കുന്നത് നല്ലതല്ലേ? അത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് പോകുന്നയാളുടെ മനസ്സ് പോലെ ഇരിക്കും. പ്രാർത്ഥനയാണ് ഉദ്ദേശമെങ്കിൽ നല്ലതാ. കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. ഏട്ടത്തി എന്താ എന്നെ കാണുമ്പോ മുള്ളുമുനയും വെച്ച് സംസാരിക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നല്ലോണം ആലോചിച്ച് നോക്ക്, നീ എന്തൊക്കെ പ്രശ്നങ്ങളാ ഈ വീട്ടിൽ ഉണ്ടാക്കിയെന്ന്. എടീ, നമ്മൾ ആരുടെ തലയിലാ ചെന്ന് കയറേണ്ടെന്ന് നമ്മളെ ജനിച്ചപ്പോഴേ ദൈവം തലയിൽ എഴുതി വെച്ചിരിക്കുന്നതാ. ആ സമയാവുമ്പോ അത് നടക്കുകയും ചെയ്യും. അതിന് എത്രയൊക്കെ ഇവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചാലും നടക്കേണ്ടതേ നടക്കും. ആ അനക്കയുടെ തലയിൽ എഴുതിയിരിക്കുന്നതാ നീ നിന്റെ തലയിൽ വായിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടേ സ്വപ്നങ്ങൾക്കൊരു പരിധി വെക്കും. ആ പരിധിക്കുള്ളിൽ നിന്ന് കാണേണ്ട സ്വപ്നങ്ങൾ മാത്രം കാണും. ഇതിപ്പോ എനിക്കൊരു സംശയം. നിങ്ങൾ എന്റെ ഏട്ടത്തെയാണോ അതോ അനഘയുടെ ഏട്ടത്തെയാണോ? അല്ല, അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാ സംസാരം. എനിക്ക് വേണേൽ എന്റെയും സന്ദീപിന്റെയും കാര്യം ഒളിപ്പിച്ചു വെക്കായിരുന്നു. എന്നിട്ടും ഞാൻ ഈ വീട്ടിലെ എല്ലാവരോടും പറഞ്ഞത് മറ്റാരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുന്ന ആളുകൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഓർത്തിട്ടാ. എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയത് അവിടെ തന്നെയാ. ഒരാള് പോലും എന്റെ ഒപ്പം നിന്നില്ല. എന്തിന്? ഈ നിമിഷം വരെ കുറ്റം പറയാനല്ലാതെ എപ്പോഴെങ്കിലും ഒരു ആശ്വാസവാക്ക് ഏട്ടത്തി എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഏട്ടത്തിയിൽ നിന്ന് ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ അച്ചുചിച്ചിന്റെ സ്ഥാനവും ഏട്ടത്തിക്ക്. മനസ്സിലാക്കുകയും സഹായിക്കുകയും ഒന്നും വേണ്ട. ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ തലയിലെഴുത്തിന്റെ കാര്യം സന്ദീപ് ആതിരയ്ക്കുള്ളതാണെന്ന് നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലിനി ഏട്ടത്തിക്ക് ഒരു സംശയവും വേണ്ട. ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനാണോ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ കൂടെ വരാം. സച്ചേട്ടാ, സച്ചേട്ടൻ എന്തെങ്കിലും നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. തന്നെ ഇങ്ങനെ ആദ്യമായിട്ടല്ലേ കാണുന്നേ? എന്റെ ഭാര്യയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്ന കാര്യം ശരിക്കും ഞാൻ ഇപ്പോഴാ കാണുന്നേ. ഒന്ന് പോ സച്ചേട്ടാ. സത്യമാണോ പറഞ്ഞത്? എങ്കിലും ഞാനിതൊരു ഇക്കാര്യം അറിയാതെ പോയല്ലോ. അത് സച്ചേട്ടൻ അറിയാതെ പോയതല്ല, ഞാനായിട്ട് എന്നെ മറച്ചു വെച്ചിരുന്നതാ.